ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറച്ചധികം ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈസസ് ഒക്കെ കാണിച്ചു തരുന്നൊരു വീഡിയോ ആണ്. അതേപോലെ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ടും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളർ പെൻസിൽസ് ആണ്. ആൻഡ് ഇതിൻ്റെ കോലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കുറച്ചധികം കാലമായിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് എന്നിട്ട്. പിന്നെ എൻ്റെ വീഡിയോസിൽ എന്നും കണ്ടുവരുന്നതാണല്ലോ ഈ ഒരു ടെഡി ബിയർ. അതിനുശേഷം എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കട്ടിംഗ് മാറ്റാണ്. അതേപോലെ ഈ ഒരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കുറേ ദിവസമായി, അതായത് വെക്കേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ടുണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരേ റീസൺ എന്താ വെച്ചാൽ മടിയാണ് കേട്ടോ. എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ ചെയ്യാനുള്ള മടി കാരണമാണ് ഇത്രയും ദിവസം അത് ഡിലേ ആയിട്ടുള്ളത്. പിന്നെയുള്ളത് എൻ്റെ കയ്യിൽ ആർട്ട് ലൈൻ്റെ ഫാബ്രിക് പെയിൻറ്റിങ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളത് ഈ ഒരു ആൽക്കഹോൾ മാർക്സ്. ഇതും എല്ലാവർക്കും കണ്ടിട്ടുണ്ടാകും എൻ്റെ ചാനലിലൊക്കെ. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സിന്നമോളുടെ പെൻസിൽ സെറ്റ്, അതായത് സ്കൂൾ സെറ്റാണ് കേട്ടോ. ഇതിൽ പലതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. അത് വേറെ ഒന്നുമല്ല, എൻ്റെ ജേർണലിംഗ് ബുക്ക്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ജേർണലിംഗ് ബുക്കാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് ജേർണലിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ഫ്ലിപ്പ് ത്രൂ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐ കാർഡിൽ കൊടുക്കുന്നുണ്ടാവും. ഇനി എൻ്റെ കയ്യിൽ നെക്സ്റ്റ് ആയിട്ട് വരുന്നുള്ളത് എന്താ വെച്ചാൽ സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ. 2 ടൈപ്പ് ഓഫ് സ്റ്റിക്കി നോട്ട് ഉണ്ട്. അതിൽ രണ്ടാമത്തതാണ് എൻ്റെ ഫേവറേറ്റ്, കാരണം കുറച്ച് ക്യൂട്ടായിട്ടാണ് ഇത് കാണാനായിട്ട്. ആൻഡ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ കണ്ടുവരുന്ന ഈ ഒരു സ്റ്റിക്കേഴ്സാണ്, അതായത് കവായി സ്റ്റിക്കേഴ്സാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എൻ്റെ ചാനൽ, അതായത് ക്രാഫ്റ്റ് ഏറ്റവും ഉപകാരമുള്ള സംഭവമാണ് ഈ ഒരു A4 ഷീറ്റ് പേപ്പേഴ്സ്. ഇതിൻ്റെ ഒരു 500 സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ പകുതിയും തീർന്നിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ തിങ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ടല്ലോ, ഇത് എന്തിനാ വാങ്ങിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതിൽ എനിക്ക് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം. എൻ്റെ കയ്യിലുള്ളത് 100 ഷീറ്റ്സ് ഓഫ് കളർ പേപ്പേഴ്സ് ആണ്. ഇതിൽ പകുതി തീർന്നിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഈ ഒരു ബ്രൗൺ പേപ്പറാണ്. ഇതും എൻ്റെ കുറേ ഉണ്ട്, പക്ഷേ ഒന്നുപോലും തീർന്നിട്ടില്ല. ഞാൻ ഓരോന്നിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കാരണം ഞാൻ ബ്രൗൺ പേപ്പർ അത്ര യൂസ് ചെയ്യുന്നില്ല, ജേർണലിങ്ങിന് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ ക്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതിൽ മെയിൻ ആയിട്ട് യൂസ്ഫുൾ ഒരു സംഭവമാണല്ലോ ഈ ടേപ്സും ഗ്ലൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ല, പേപ്പർ കപ്പ് എന്താ ഇവിടെ നിന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ഇത് വേറെ ഒന്നുമില്ല, എനിക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ എൻ്റെ ഉള്ളത് ഇതുപോലത്തെ ഐസ്ക്രീം സ്റ്റിക്സ്, കാൻഡിൽസ്, പിന്നെ ബ്രഷസ്, അങ്ങനത്തെ കുറച്ച്, പിന്നെ ഡ്രൈ ഫ്ലവേഴ്സ്, അങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ബൈ.